അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് രാജ്യം വിടേണ്ടി വന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവർ ബംഗ്ലാദേശിൽ മടങ്ങിയെത്തുമ്പോൾ എന്ത് സംഭവിക്കും? അറസ്റ്റ് ചെയ്യപ്പെടുമോ? ഇനി അവർക്കൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമോ? അതിലും വലിയ ചോദ്യം, ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവ് ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള കഥ മാത്രമാണോ, അതോ ബംഗ്ലാദേശിന്റെ അടുത്ത അധ്യായത്തിന്റെ തുടക്കമാണോ? 2024 ഓഗസ്റ്റ് 5-നാണ് 15 വർഷത്തിലേറെ കാലം തുടർച്ചയായി ബംഗ്ലാദേശ് ഭരിച്ച ഷെയ്ഖ് ഹസീനയ്ക്ക് ജനകീയ പ്രക്ഷോഭത്തിനൊടുവിൽ രാജ്യം വിടേണ്ടി വന്നത്. അധികാരത്തിന്റെ ഉച്ചകോടിയിൽ നിന്ന് അവർ രാഷ്ട്രീയ അഭയാർത്ഥിയായി ഹെലികോപ്റ്ററിൽ പറന്നുയരുമ്പോൾ താഴെ തെരുവുകളിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ജനക്കൂട്ടം വളഞ്ഞു കഴിഞ്ഞു. പുറത്താക്കപ്പെട്ട് കൃത്യം 2 വർഷം പൂർത്തിയായ ദിവസമാണ് അവർ മടങ്ങിപ്പോക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പ്രവാസവും മടങ്ങിവരവും എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ രാഷ്ട്രീയം മാത്രമല്ല, ബംഗ്ലാദേശിന്റെ ചരിത്രവും മനസ്സിലാക്കണം. കാരണം അവരുടെ വ്യക്തിജീവിതവും ബംഗ്ലാദേശിന്റെ ദേശീയ ചരിത്രവും പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത വിധം ഇഴചേർന്ന് കിടക്കുന്നു. 1971 പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത്. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ സൈനിക നടപടികൾ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് വിമോചന സമരത്തെ പിന്തുണച്ചു. ഇന്ത്യൻ സൈന്യവും മുക്തിവാഹിനിയും ചേർന്ന് നടത്തിയ യുദ്ധത്തിനൊടുവിൽ 1971 ഡിസംബർ 16-ന് പാകിസ്ഥാൻ കീഴടങ്ങി. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പോരാട്ടം നയിച്ച രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. എന്നാൽ സ്വാതന്ത്ര്യത്തിന് വെറും 4 വർഷങ്ങൾക്ക് ശേഷം 1975 ഓഗസ്റ്റ് 15-ന് സൈനിക അട്ടിമറിയിൽ മുജീബും കുടുംബത്തിലെ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു. ആ ദിവസം വിദേശത്തായിരുന്നതിനാൽ രക്ഷപ്പെട്ട 2 പേർ മാത്രമാണ് ആ കുടുംബത്തിൽ ബാക്കിയായത്, ഷെയ്ഖ് ഹസീനയും സഹോദരി ഷെയ്ഖ് റഹാനയും. ആ സംഭവമാണ് പിന്നീട് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളോളം സ്വാധീനിച്ച ഒരു നേതാവിനെ സൃഷ്ടിച്ചത്. ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീന 1981 ബംഗ്ലാദേശിലേക്ക് മടങ്ങി. ഈ 6 വർഷക്കാലമാണ് ഹസീനയും ഇന്ത്യയും തമ്മിലുള്ള വ്യക്തിപരവും രാഷ്ട്രീയവുമായ ബന്ധം കൂടുതൽ ശക്തമായത്. രാജ്യത്ത് മടങ്ങിയെത്തിയ ഹസീന അവാമി ലീഗ് നേതാവായി. 1996 ആദ്യമായി പ്രധാനമന്ത്രിയായി. 2001 അധികാരം നഷ്ടപ്പെട്ടെങ്കിലും 2009 വീണ്ടും പ്രധാനമന്ത്രിയായി. ഈ കാലയളവിൽ ബംഗ്ലാദേശ് അതിവേഗം മാറി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർന്നു. ഗാർമെന്റ് വ്യവസായം ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി മേഖലകളിൽ ഒന്നായി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിച്ചു. പത്മ പാലം പോലുള്ള വലിയ പദ്ധതികൾ പൂർത്തിയായി. ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപകമായി. ഒരു കാലത്ത് അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിച്ചിരുന്ന രാജ്യം ദക്ഷിണേഷ്യയിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറി. അതുകൊണ്ടാണ് അനുയായികൾ അവരെ ആധുനിക ബംഗ്ലാദേശിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേസമയം 15 വർഷക്കാലം നീണ്ട അവരുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയാണ് ജനം 2024 തെരുവിലിറങ്ങിയത്. അധികാര ദുർവിനിയോഗം, പ്രതിപക്ഷത്തെ അടിച്ചമർത്തൽ, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് ഹസീന സർക്കാരിനെതിരെ ഉയർന്നത്. മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ ഉൾപ്പെടെ രാഷ്ട്രീയ എതിരാളികളായ പലരെയും അവർ ജയിലിലടച്ചു. 2018 ഖാലിദ സിയയ്ക്ക് അഴിമതി കേസിൽ 17 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടതിനു ശേഷമാണ് ഖാലിദ സിയ ജയിൽ മോചിതയായത്. സർക്കാർ ജോലികളിലെ ക്വാട്ട സമ്പ്രദായത്തിനെതിരായ പ്രതിഷേധമായാണ് 2024 വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത്. തുടക്കത്തിൽ ഒരു വിദ്യാർത്ഥി സമരം മാത്രമായിരുന്നു അത്. പക്ഷേ പോലീസിന്റെ ഇടപെടലും അറസ്റ്റുകളും അക്രമവും പ്രക്ഷോഭത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ജനകീയ പ്രക്ഷോഭമായി മാറി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സംഘർഷം വ്യാപിച്ചു. സർക്കാരിനെതിരായ ജനരോഷം വർദ്ധിച്ചു. കലാപം അടിച്ചമർത്താനാണ് ഹസീന സർക്കാർ ശ്രമിച്ചത്. ഇതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. അവസാനം ഒരു ആവശ്യത്തിലേക്ക് എല്ലാം ചുരുങ്ങി: ഷെയ്ഖ് ഹസീന രാജിവെക്കണം. 2024 ഓഗസ്റ്റ് 5-ന് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങി. സ്ഥിതി നിയന്ത്രണാതീതമായി. തുടർന്ന് അധികാരം വിട്ടൊഴിഞ്ഞ് ഷെയ്ഖ് ഹസീന ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടു. ഒരിക്കൽ അഭയം നൽകിയ ഇന്ത്യയിലേക്ക് തന്നെയാണ് ഹസീന വീണ്ടും എത്തിയത്. ഹസീന പോയതോടെ ബംഗ്ലാദേശ് പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് കടന്നു. നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തി. ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. മുൻ ഭരണകൂടത്തിനെതിരെ അന്വേഷണം നടന്നു.
തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. 2026 ഫെബ്രുവരി 17 താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തി. അതേസമയം അവാമി ലീഗിന് വിലക്കേർപ്പെടുത്തി. ഹസീനയ്ക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തു. കലാപക്കേസിൽ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചു. ഇപ്പോൾ അവരുടെ സ്വന്തം രാജ്യത്ത് അവർ ഒരു മുൻ പ്രധാനമന്ത്രി മാത്രമല്ല, നിയമപരമായി ഒരു പ്രതിയാണ്. പിന്നെ എന്തിനാണ് തിരിച്ചുവരവ്? രാഷ്ട്രീയ ഭാവി അവസാനിച്ചെന്ന് കരുതപ്പെട്ട ഒരാൾ എന്തിനാണ് തിരികെ വരാൻ തീരുമാനിക്കുന്നത്? ഹസീന പറയുന്നത് രാജ്യം തെറ്റായ ദിശയിലാണെന്നാണ്, ജനാധിപത്യം തകർന്നുവെന്നാണ്. അവാമി ലീഗിന് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്നും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ അവരുടെ എതിരാളികൾ പറയുന്നത് മറ്റൊന്നാണ്. ഇത് ജനാധിപത്യത്തിനായുള്ള പോരാട്ടമല്ല, അധികാരം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണെന്നാണ് അവരുടെ ആരോപണം. ഹസീന മടങ്ങിയെത്തിയാൽ എന്ത് സംഭവിക്കും? നിയമപരമായി നോക്കിയാൽ ധാക്ക വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന നിമിഷം തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്തെ നിർണയങ്ങൾ കോടതി വിധികൾ മാത്രമല്ല തീരുമാനിക്കുന്നത്. അവാമി ലീഗ് ഇപ്പോഴും വലിയ രാഷ്ട്രീയ ശക്തിയാണ്. അവരുടെ അനുയായികൾ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്യും, എതിരാളികൾ പ്രതിഷേധിക്കും. ഇനി ഇതിൽ ഇന്ത്യയുടെ ആശങ്ക എന്താണ്? ഷെയ്ഖ് ഹസീന കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിലാണ്. ബംഗ്ലാദേശ് അവരെ കൈമാറണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്ത്യ ഇതുവരെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കാരണം ഇത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അയൽ രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമാണ്. ചരിത്രത്തിൽ അധികാരം നഷ്ടപ്പെട്ട നിരവധി നേതാക്കളുണ്ട്. പ്രവാസത്തിലായവരുണ്ട്, തിരിച്ചു വന്ന് വീണ്ടും വിജയിച്ചവരുണ്ട്. പക്ഷേ വധശിക്ഷ നേരിടുന്ന സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തേക്ക് സ്വമേധയാ മടങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാർ വിരളമാണ്. ഡിസംബറിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് മടങ്ങുമ്പോൾ അവിടെ തീരുമാനിക്കപ്പെടുന്നത് ഒരു മുൻ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം, നീതിന്യായ വ്യവസ്ഥ, അധികാരത്തിന്റെ സ്വഭാവം, ചരിത്രത്തെ വിലയിരുത്താനുള്ള ശേഷി, ഇവയെല്ലാം കൂടിയാണ്. കാരണം ചിലപ്പോൾ ഒരു നേതാവിന്റെ തിരിച്ചുവരവ് ഒരു രാജ്യത്തിന്റെ അടുത്ത അധ്യായത്തിന്റെ തുടക്കമാകാം.